നമസ്കാരം. ഒരു സ്റ്റാർട്ടറായിട്ടോ ഒരു സ്നാക്കായിട്ടോ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഫിഷ് കട്ട്ലേറ്റ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിനായി ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോയോളം ഉണ്ട്. ഇനി ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പറ്റുന്ന അളവിൽ വെള്ളമൊഴിച്ച് പ്രഷർ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കണം. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 2 വിസിലുകൾ ലോ ഫ്ലെയിമിലും വേവിക്കുക. പിന്നീട് തീ ഓഫ് ചെയ്ത് പ്രഷർ തനിയെ സെറ്റിൽ ആവുന്നത് വരെ കുറഞ്ഞത് 15-20 മിനിറ്റ് നേരം അനക്കാതെ മാറ്റിവെക്കുക. ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വേവിച്ചെടുക്കാം. ഇത് 1/2 കിലോ മീനാണ്. ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റ് ആണ് 1/2 കിലോ. ഇതുപയോഗിച്ച് മീഡിയം വലിപ്പത്തിലുള്ള ഏകദേശം 18 കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. മീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ ട്യൂണയാണ് എടുത്തിരിക്കുന്നത്. മുള്ളോടുകൂടിയ മീനാണെങ്കിൽ വേവിച്ച ശേഷം മുള്ള് മാറ്റിയെടുക്കുക. ആദ്യമായി ഇതിലേക്ക് ഉപ്പ് 1 ടീസ്പൂൺ, ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി 1 ടീസ്പൂൺ, വെള്ളം 1/4 കപ്പ്. പെട്ടെന്ന് വേവുന്ന മീനാണെങ്കിൽ 1/2 കപ്പ് വെള്ളമൊഴിച്ചാൽ മതിയാകും. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മീൻ നന്നായിട്ട് വെന്ത് ഈ വെള്ളം ഒന്ന് വറ്റിക്കിട്ടുന്നതുവരെ വേവിക്കുക. മീൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, അതുപോലെ വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി ചൂടൽപ്പം ഒന്ന് കുറയുന്നതിനായിട്ട് ഇത് മാറ്റിവെക്കുക. അങ്ങനെ മീനും ഉരുളക്കിഴങ്ങും വേവിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മീൻ കൈകൊണ്ടൊന്ന് തിരുമ്മി ഉടച്ചെടുക്കുക. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കുക. മീൻ ഇതുപോലെ വേണം ഉടച്ചെടുക്കാൻ. ഇനി ഇത് മാറ്റിവെക്കുക. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് 1/2 ടീസ്പൂൺ ചേർക്കുക. ഉപ്പ് ചേർത്ത ശേഷം ഉരുളക്കിഴങ്ങും നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ കൈകൊണ്ടോ ഉടച്ചെടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ചെടുത്താൽ മാത്രമേ നന്നായിട്ട് ഉടച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ പീസുകളൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് വേണം ഉടച്ചെടുക്കാൻ. ഇതും മാറ്റിവെക്കുക. അടുത്തതായി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 15 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പച്ചമുളക് 3 എണ്ണം ചോപ്പ് ചെയ്തത്, 2-3 തണ്ട് കറിവേപ്പില ചോപ്പ് ചെയ്തത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് 10-15 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കുക. പിന്നീട് ഉടൻ തന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതോടൊപ്പം തന്നെ ഉപ്പ് 1/2 ടീസ്പൂൺ, ഇത് രണ്ടും ചേർത്തതിന് ശേഷം തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. സവോള ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നതുവരെ വേണം ഇളക്കാൻ. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. സവോള ഇതുപോലെ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് ഗരം മസാല 1 ടീസ്പൂൺ, ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഈ 2 ഇൻഗ്രീഡിയൻസും ചേർത്ത് 15-20 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കുക. അതിനുശേഷം ഉടനെ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചിരുന്ന മീൻ ചേർക്കുക. ഇനി 2 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. 2 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ചൂട് അല്പം ഒന്ന് കുറയുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് 2 മുട്ട ഇതുപോലെ അടിച്ചെടുക്കുക. കട്ട്ലേറ്റ് ഈ മുട്ടയിൽ മുക്കി വേണം പൊരിച്ചെടുക്കാൻ. അതോടൊപ്പം തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിനായി നമുക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്രെഡ് ക്രംസ്. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങാം, അതല്ലെങ്കിൽ കുറച്ച് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതിയാകും. ബ്രെഡ് ഒരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം പൊടിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കട്ട്ലറ്റ് മിക്സ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇതിൽ നിന്നും അല്പം എടുത്ത് ഉരുട്ടി ഒരു ഉരുളയാക്കി എടുക്കുക. പിന്നീട് കൈവെള്ളയിൽ വെച്ച് പ്രസ് ചെയ്ത് അല്പം ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയിൽ മുക്കിയെടുക്കുക. മുട്ടയിൽ മുക്കിയെടുത്ത കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക. ഇങ്ങനെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്നതിനായിട്ട് ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ മുട്ടയും ബ്രെഡ് ക്രംസും എല്ലാം കയ്യിൽ പറ്റുന്നത് കൊണ്ട് മുന്നോട്ടുള്ള ജോലികൾ ബുദ്ധിമുട്ടാകും. ഇതിപ്പോൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാനുള്ള പരുവത്തിനായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കട്ട്ലറ്റുകൾ കൂടി ഷേപ്പ് ചെയ്തെടുക്കുക.
കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിനായി ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, കട്ട്ലറ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മതിയാകും. എണ്ണ ചൂടായി കഴിയുമ്പോൾ 3-4 എണ്ണം വീതമിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ശ്രദ്ധിക്കുക, എണ്ണയുടെ ചൂട് വളരെ കൂടുതലാണെങ്കിലും അതുപോലെ തന്നെ വളരെ കുറവാണെങ്കിലും കട്ട്ലറ്റ് പൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എണ്ണയുടെ ചൂട് ഒരു മീഡിയം ലെവലിലായിരിക്കണം. കട്ട്ലറ്റ് എണ്ണയിലേക്ക് ഇട്ട ശേഷം സ്റ്റൗ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. കട്ട്ലറ്റ് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടുക. ഇങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് ടോട്ടൽ 4 മിനിറ്റ് നേരമാണ് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യേണ്ടത്. ഏകദേശം 4 മിനിറ്റ് കൊണ്ട് കട്ട്ലറ്റ് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. പിന്നീട് ബാക്കിയുള്ള കട്ട്ലറ്റുകൾ കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഫിഷ് കട്ട്ലറ്റ് നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പിനും അതുപോലെ തന്നെ സവോള ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സാലഡിനുമൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.